അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ വനിഅ്മൽ മൗലാ വനിഅ്മൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ വനിഅ്മൽ മൗലാ വനിഅ്മൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ വനിഅ്മൽ മൗലാ വനിഅ്മൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. യാ സയ്യിദി സനദി ഔസി വയാ മദദി കുല്ലി ളുഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. മുജീറ ഹർമി വഖുദ് ബിയദി മദാ മുദദി. ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ. യാ വാസിഹൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു താൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലൊത്തു കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവേ അവരെല്ലാവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും നീക്കിക്കൊടുക്കണം റബ്ബെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ ഹക്ക് ജാഗ ബർക്കത്ത് കൊണ്ട് അസുഖമുള്ള ഒരുപാട് ആളുകൾ അള്ളാഹുവേ അവർക്ക് നീ ശിഫ നൽകണം അല്ലാ. മക്കളില്ലാത്ത ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് നീ റാഹത്തുള്ള സന്താന സൗഭാഗ്യം നൽകണം അല്ലാ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുവേ പരിശുദ്ധ ഖുർആൻ ക്ലാസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് റാഹത്തുള്ള വീട് കൊടുക്കണം അല്ലാ. കല്യാണ പ്രായമെത്തിയിരിക്കുന്ന സഹോദരിമാർ അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റാഹത്തുള്ള ഭർത്താക്കന്മാരെ കൊടുക്കണം റബ്ബെ. ഗർഭികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണം റബ്ബെ. ഓപ്പറേഷൻ വിധിക്കപ്പെട്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുബേ അവർക്ക് നീ ശിഫ നൽകണം അല്ലാ. കൊറോണ പോസിറ്റീവായവരുണ്ട്. അള്ളാഹുബേ അവർക്ക് നീ ശിഫ നൽകണം അല്ലാ. മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ അള്ളാഹുബേ അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി റാഹത്താക്കി കൊടുക്കണം അല്ലാ. ഞങ്ങളെല്ലാവരുടെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റബ്ബെ. ഈ പരിപാടി കേൾക്കുന്ന ഓരോരുത്തരുടെ മനസ്സിൻ്റെ അകത്തുള്ള സകല മുറാദുകളും അള്ളാഹുബേ പരിശുദ്ധമാക്കപ്പെട്ട ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണമല്ല. അള്ളാഹുബേ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മദ്രസ കമ്മിറ്റിക്കാർ, പ്രവർത്തകന്മാർ, സംഘാടകർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം റബ്ബെ. ഞങ്ങളെല്ലാവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുണ്ടവരെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റബ്ബെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട രണ്ടാഴ്ച തോറും ഒരുമിച്ച് കൂടാറുള്ള പാറാക്കാവ് മദ്രസ കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ ഈ ആഴ്ചയിലെ വേദിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിരിക്കുന്നത്.
ഈ പുണ്യ മജ്ലിസിൽ ഈ ദിവസം നിങ്ങളോട് കൂടെ ഒത്തുകൂടാൻ തൗഫീക്ക് തന്ന റബ്ബിനെ ഞാൻ ആദ്യമായി കൊണ്ട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് ഇടപെട്ട വെള്ളിയാഴ്ചകളിലായി നടത്തിവരുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിപാടിയിൽ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കാറുണ്ട്, കേൾക്കാറുമുണ്ട്. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് നമ്മളോട് ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസുന്നൂർ ചൊല്ലിയിട്ടാണ് ദുആ ചെയ്യാറുള്ളത്. ഒരു മാസത്തിൽ ഒരു ദിവസം മജ്ലിസുന്നൂർ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് മജ്ലിസുന്നൂർ ചൊല്ലി ദുആ ചെയ്യേണ്ട ദിവസവുമാണ്. അതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മജ്ലിസുന്നൂർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മളെ മജ്ലിസിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ച വിഷയം ആയുസ് കുറക്കുന്ന കാര്യങ്ങളാണ്. ആയുസ് കുറക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 3-4 ക്ലാസ്സുകളായി വിശദീകരിക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഓരോ പാപങ്ങൾ, ആയുസ് കുറക്കുന്ന മനുഷ്യന്മാരുടെ ആയുസ്സിനെ അള്ളാഹു കുറച്ചു കളയുന്ന പാപങ്ങളെക്കുറിച്ചാണ് നമ്മളെ ചർച്ച ചെയ്യപ്പെടുന്നത്. എൻ്റെ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയം ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നവരായിരുന്നു, ഞാനത് തിരുത്തി എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് പറഞ്ഞു, ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുമുണ്ട്. മാഷാ അല്ലാഹ്, നമ്മുടെ ക്ലാസ്സിൻ്റെ വിജയം അതാണ്. അള്ളാഹു നമ്മൾ കേൾക്കുന്ന ഇൽമ് അള്ളാഹു നാഫിയാക്കി തരുമാറാകട്ടെ. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അതിന് ഈ ക്ലാസ് അള്ളാഹു നമുക്ക് കാരണമാക്കി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും മരണപ്പെടാനുള്ളതാണ്. മരണത്തിന് അള്ളാഹു നമുക്ക് തന്ന സമയമുണ്ട്. ഈ ടൈമിൽ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സമയമെത്തുമ്പോൾ നമ്മുടെ ആയുസ് തീർന്ന് നമ്മളെല്ലാവരും പോകും. ആ പോകുന്ന ടൈമിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് റാഹത്തോടെ, ഇസ്സത്തോടെ, കലിമ ചൊല്ലി റാഹത്തോടെ പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നമുക്ക് മരിക്കാൻ പറ്റണം. അത് ആ രൂപത്തിലേക്കാകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന്ന് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. ആയുസ് കുറക്കുന്ന കാര്യത്തിൽപ്പെട്ട പാപത്തിൽപ്പെട്ട ഒരു പാപമാണ് മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുക. മാതാവിനെയും പിതാവിനെയും സങ്കടപ്പെടുത്തുന്ന ആളുകൾ, മാതാവിനെയും പിതാവിനെയും ബുദ്ധിമുട്ടാക്കുന്ന ആളുകൾ, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടെയാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാതാവിനെയും പിതാവിനെയും ബുദ്ധിമുട്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഭൂമിയിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന മാരകമായിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു ക്ലാസ്സിൽ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങളാണ്, 5 പാപം, ആ 5 ശിക്ഷ കിട്ടാതെ മാതാവിനെയും പിതാവിനെയും വേദനിപ്പിക്കുന്ന ഒരാൾ ഈ ഭൂമുഖത്തുനിന്ന് അള്ളാഹു മരണപ്പെടുത്തുക ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ചില പാപങ്ങൾക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കാറ് ആഖിറത്തിൽ വെച്ചുകൊണ്ടാണ്. എന്നാൽ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം, ചില തെറ്റുകൾക്ക് അള്ളാഹു ദുനിയാവെന്ന് തന്നെ അള്ളാഹു അനുഭവിക്കാതെ ഒരാളെ മരിപ്പിക്കില്ല. ദുനിയാവിൽ വെച്ച് തന്നെ അവനക്ക് അതിൻ്റെ ശിക്ഷ, അതിൻ്റെ ഭവിഷ്യത്ത് അവന് മനസ്സിലാക്കേണ്ടി വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ മനസ്സിലാക്കണം, സ്വന്തം മാതാവിനെയും പിതാവിനെയും സങ്കടപ്പെടുത്തുക, വേദനിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക എന്നത്. ഈ പ്രയാസപ്പെടുത്തുന്നവനക്ക് അള്ളാഹു നൽകുന്ന 5 ശിക്ഷകൾ അള്ളാഹു ഭൂമിയിൽ നിന്ന് കൊടുക്കാതെ അള്ളാഹു താൻ അവനെ മരിപ്പിക്കില്ല. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി പറഞ്ഞ ഒന്ന്, അവൻ്റെ ആയുസ്സിനെ അള്ളാഹു താനെ വെട്ടിച്ചുരുക്കുമെന്നാണ്. ആയുസ് അള്ളാഹു താനെ കുറക്കും. അതുപോലെ തന്നെ രണ്ടാമത് അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, മരണപ്പെടുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന ഭീകരമായിരിക്കുന്ന അന്ത്യമായിരിക്കും ആ മനുഷ്യർക്ക് അള്ളാഹു നൽകുക. അവൻ്റെ നാവുകളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരണപ്പെടുന്ന സമയത്ത് അവനക്ക് പറയാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം ദുനിയാവിൽ 60 50 കൊല്ലം കഴിഞ്ഞു. ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവൻ്റെ മക്കൾക്ക് പറയാൻ, ഓർക്കാനും ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന നിമിഷം അയാൾ മരിക്കുന്ന സമയത്ത് റാഹത്തിനാണെങ്കിൽ ആ ഒരു കാര്യമായിരിക്കും മക്കൾക്ക് പിൽക്കാലത്ത് പറയാൻ പറ്റുക. എൻ്റെ വാപ്പ 50 കൊല്ലം ജീവിച്ചു, 50 കൊല്ലം ജീവിച്ച വാപ്പയുടെ പ്രവർത്തനങ്ങളല്ല. എന്നാൽ മരണപ്പെടുന്ന സമയത്ത് പിതാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ റാഹത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കലിമ ചൊല്ലിയിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ ആ മക്കൾ പിന്നെ ആര് വന്നാലും പറയാം, എൻ്റെ ഉപ്പ മരണപ്പെട്ടത് കലിമ ചൊല്ലിയിട്ടാണ്,
എൻ്റെ വിശ്വാസികൾ, എൻ്റെ മുഅ്മിനീങ്ങളെ, റാഹത്തോടെ നല്ല നിലക്ക് ദുനിയാവെന്ന് വിട പറഞ്ഞ് പോകണോ? അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളെ പിതാവിനോടുമുള്ള ബന്ധങ്ങൾ നമ്മൾ ദൃഢമാക്കണം, നല്ലതാക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു വ്യക്തമായി പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹ് വിശാലമായി വിശദീകരിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ അള്ളാഹുവല്ലാതെ വേറെ ഒരാൾക്കും ആരാധിക്കാൻ പാടില്ല. റബ്ബിനിക്ക് മാത്രമേ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, എനിക്ക് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യം പറഞ്ഞ ഉടനെ രണ്ടാമതായി റബ്ബിൻ്റെ കൽപ്പന, വബിൽ വാലിദൈനി ഇഹ്സാന, നിൻ്റെ മാതാവിനുക്കും പിതാവിനുക്കും നീ ഗുണം ചെയ്യണം. നിൻ്റെ മാതാവിനോട് പിതാവിനോട് നീ ഗുണം ചെയ്യണം. എന്നിട്ട് അള്ളാഹു ആ രംഗം വിശദീകരിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ, ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബർ അഹ്ദുഹുമാ ഔ കിലാഹുമാ, നിൻ്റെ മാതാവും പിതാവും നിൻ്റെ കൂടെ ജീവിക്കുമ്പം അവർക്ക് പ്രായമായി, വാർദ്ധക്യമെത്തി. അതിന് മഹാന്മാർ തഫ്സീർ വിശദീകരിക്കുന്നുണ്ട്, ഇൻദകൽ കിബർ, നമുക്കറിയാം വാർദ്ധക്യത്തിൻ്റെ നിര പിടിച്ചുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുന്നൊരു കാലഘട്ടം നമ്മൾ ഉമ്മാക്കും ബാപ്പാക്കും ഉണ്ടായാൽ, ഉമ്മാൻ്റെ ബുദ്ധി പോയി, പിതാവിൻ്റെ ബുദ്ധി പോയി, ബാപ്പയും ഉമ്മയും നമ്മളോട് പെരുമാറുന്ന പെരുമാറ്റത്തിൻ്റെ ചിട്ടകളൊക്കെ മാറിക്കഴിഞ്ഞു. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരത്തിന് കൃത്യമായി മറുപടി കിട്ടാതെ വരും. ഭക്ഷണമാകിട്ട് വയസ്സ് വന്നിരിക്കുന്ന മാതാവിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്ന മകൻ്റെ മുമ്പിലേക്ക് ഒരു പക്ഷേ ഭക്ഷണം എടുത്തുകൊണ്ട് മാതാവ് വലിച്ചെറിഞ്ഞേക്കാം. എത്രയോ സംഭവിക്കാറുണ്ട്. കാരണം വാർദ്ധക്യത്തിൻ്റെ നിര പിടിച്ചുകൊണ്ട് സന്നിപാതയേറ്റുകൊണ്ട് അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട ആ ഒരു പ്രായമെത്തുന്ന ടൈമിൽ നല്ല നിലക്ക് സ്നേഹത്തോടെ മക്കൾ ഉമ്മാനും ബാപ്പാനും നോക്കുകയാണ്. നല്ല വാത്സല്യത്തോടെ നോക്കുന്ന മകൻ, ഏതൊരു മകനും ഉമ്മാനെ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പം എല്ലാവരും ഒന്ന് സങ്കല്പിക്കുക, നമ്മളെ ഉമ്മാക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, പ്രയാസപ്പെടുകയാണ്. ആ മാതാവിന് നമ്മൾ നല്ലൊരു വസ്ത്രം അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം നമ്മൾ മാതാവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. മാതാവ് വാർദ്ധക്യത്തിന് നിലപിടിച്ചുകൊണ്ട് സുഖമില്ലാതെ കിടക്കുന്ന മാതാവിന് എന്താണ് വസ്ത്രമെന്നോ എന്താണ് ഭക്ഷണമെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിട്ടുണ്ടാകും വാർദ്ധക്യം കൊണ്ട്. ആ മാതാവ് ആ ഭക്ഷണം എടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ മനസ്സിൽ വന്നു പോകും, എന്തേ എൻ്റെ ഉമ്മ കാണിച്ചത്? ഞാൻ ഇത്രയും സ്നേഹത്തോടെ നല്ല നിലക്ക് കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം, വസ്ത്രം എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ ടൈമിൽ ഏതൊരു കുട്ടിയുടെയും ഏതൊരു മകൻ്റെയും ഏതൊരു വ്യക്തിയുടെയും മനസ്സിൻ്റെ അകത്തുണ്ടാകുന്നൊരു ചിന്തയാണ് ഛേ എന്നൊരു വാക്ക്. ആ ടൈമിൽ വരെ അള്ളാഹു താല പഠിപ്പിക്കുന്നു, വലാ തഖുല്ലഹുമാ ഉഫിൻ, ആ ടൈമിൽ വരെ നിങ്ങൾ ഛേ എന്ന് പോലും പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ല നിലക്ക് നോക്കുകയാണ്. നല്ല വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഉമ്മാനും ബാപ്പാനും നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഉമ്മമാർ ബാപ്പമാർ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം കാണുമ്പം ഏതൊരു മക്കളും പറഞ്ഞു പോകും ഛേ എന്ന്. അള്ളാഹു പറയുന്ന ആ ടൈമിൽ വരെ നിങ്ങൾ ഛേ എന്ന് പോലും പറയാൻ പാടില്ല. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ അവരോട് പറയേണ്ട മാന്യമായ സംസാരം, നല്ല മാന്യമായ സംസാരമാണ്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കണം, ഇന്ന് നമ്മളെ ഉമ്മയോടും ബാപ്പയോടും പെരുമാറുന്ന രീതികളെക്കുറിച്ച് ഓരോരുത്തരൊന്ന് വിലയിരുത്തുക. ആയുസ് നഷ്ടപ്പെടുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാകും. ആയുസ് അള്ളാഹു തന്ന സമയം 60 കൊല്ലം ജീവിക്കാൻ അള്ളാഹു സമയം തന്നു. അത് പെട്ടെന്ന് 50-ലും 40-ലും ഈ ലോകത്തുനിന്ന് വിട പറയാതിരിക്കാനായി പറയുന്നത്. ചിന്തിച്ചോ, മാതാവിനും പിതാവിനും ഗുണം ചെയ്യുക. അവരോട് ഒരു നിലക്കും ഛേ എന്നൊരു വാക്ക് പോലും നമ്മളെ നാവിലൂടെ വന്നു പോകരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായ സംസാരം, നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പ്രസന്നമായ മുഖത്തോടെ നല്ല സംസാരമേ നിൻ്റെ ഉമ്മയോടും ബാപ്പയോടും നീ ചെയ്യാവൂ, നടത്താവൂ, സംസാരിക്കാവൂ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ജീവൻ നമുക്ക് തന്ന റബ്ബ്, ഈ ആയുസ് നമുക്ക് തന്ന റബ്ബ്, ഈ പണം നമുക്ക് തന്ന റബ്ബ്, ഈ പ്രതാപം നമുക്ക് തന്ന റബ്ബ്, ആ റബ്ബ് നമ്മളോട് പറയാ, എൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയാണ്, നിന്നെ പ്രസവിച്ച ഉമ്മയോട് ബാപ്പയോട് ഒരു കാരണവശാലും ഏത് സമയത്ത് വരെ അവർക്ക് ബുദ്ധിയില്ലാത്ത സമയത്ത്
നീ കൊടുത്ത ഭക്ഷണം, നീ കൊടുത്ത വെള്ളം നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ടൈമിൽ വരെ നീ പറയരുത് ഛേ എന്ന് പോലും നിൻ്റെ മനസ്സ് തട്ടിക്കൊണ്ട് പറയാൻ പാടില്ല. ഇന്ന് ഓരോ മക്കളും ചിന്തിക്കണം നിൻ്റെ മാതാവിനോടും പിതാവിനോടും പെരുമാറുന്ന രീതികളെക്കുറിച്ച്. ഈ പ്രഭാഷണം കേൾക്കുന്ന ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്, എന്ത് തുടങ്ങിയാൽ രക്ഷപ്പെടുന്നില്ല ഉസ്താദെ, ഒരുപാട് ബിസിനസ്, ഒരുപാട് കച്ചവടം, ഒരുപാട് കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി, ഒന്നും രക്ഷപ്പെടുന്നില്ല. നിങ്ങളൊക്കെ ഓരോരുത്തരും ഓർക്കണം, നിങ്ങളെ ഉമ്മയോട് ബാപ്പയോട് നിങ്ങൾ പെരുമാറിയ രീതിയിൽ വല്ല പേമം സംഭവിച്ചിട്ടുണ്ടോ, പെരുമാറ്റ ചട്ടങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന്. എങ്ങനെയായിരിക്കണം നിൻ്റെ മാതാവിനോട് പെരുമാറേണ്ടത്? വക്കുല്ലഹുമാ കൗലം കരീമ, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാം. എന്നിട്ടും അള്ളാഹ് പറയുന്നു വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ, കൃപയുടെ, കരുണയുടെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. എന്നിട്ടോ എത്രത്തോളം അവർക്ക് വേണ്ടി നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം. നിന്നെക്കൊണ്ട് എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രം പോരാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു സുബ്ഹാന റബ്ബി വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഈറാ. നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനുമാകണം. നീ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യണം, നിൻ്റെ മാതാവിന് വേണ്ടി, പിതാവിന് വേണ്ടി. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഈറാ. അള്ളാഹുവേ, ചെറുപ്പക്കാലത്തെൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എന്നെങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്, എന്നെ എങ്ങനെയാണ് പരിപാലിച്ചിരിക്കുന്നത്. അള്ളാഹുവേ, ആ രൂപത്തിൽ നീ അവർക്ക് റഹ്മത്ത് നൽകണം, അവരോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരുപ്പമാർ, ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട കാര്യമായി പറയുന്നത് ഉമ്മാനെ പരിപാലിക്കണം, ബാപ്പാനെ പരിപാലിക്കണം. അവരോട് പെരുമാറേണ്ട രീതികളെക്കുറിച്ചൊക്കെ അല്ലാഹു തആല നമ്മളെ ഗൗരവത്തോടെ പഠിപ്പിച്ചുകൊണ്ട് അവസാനം പറയുന്നു വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഈറാ. അവർക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കുകയും വേണം, അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നവരുമാകണോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയുസ് കുറക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ വിഷയം. എൻ്റെ ഉമ്മമാരെ മറക്കല്ല, മാതാവിനെ വേദനിപ്പിക്കുന്നവനെ, പിതാവിനെ വേദനിപ്പിക്കുന്നവൻ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നവൻ്റെ ആയുസ് അല്ലാഹു തആല വെട്ടിച്ചുരുക്കുന്നതാണ്. ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബത മഹദിയായിരിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറി വരികയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഭാര്യയായിരിക്കുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായിരിക്കുന്ന മഹദിയായിരിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബത കയറി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഉമ്മു ഹബീബ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരത്തിൻ്റെ കുപ്പാകത്തിൻ്റെ അകത്തിരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ഉമ്മു ഹബീബ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിനോട് ഉമ്മു ഹബീബ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? സുബ്ഹാന റബ്ബി. ഉമ്മു ഹബീബ ദുആ ചെയ്യുന്ന അല്ലാഹ്, എൻ്റെ ആയുസ് അല്ലാഹുവേ നീ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹ്, എൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹ്, എൻ്റെ ഉപ്പയായിരിക്കുന്ന അബൂ സുഫിയാൻ ആയുസ്സും വർദ്ധിപ്പിക്കണമല്ലാ, എൻ്റെ ഭർത്താവായിരിക്കുന്ന റസൂലുള്ളാഹിന്റെ ആയുസ്സും വർദ്ധിപ്പിക്കണമല്ലാ, എൻ്റെ ഏട്ടനാകുന്ന സഹോദരനാകുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആയുസ്സും വർദ്ധിപ്പിക്കണമല്ലാ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ആയുസ് വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി മഹ്ദിയായിരിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ പ്രാർത്ഥന കേട്ടുകൊണ്ട് കയറി വന്നു. ദുആ കഴിഞ്ഞിരിക്കുന്ന ഉമ്മു ഹബീബാനോട് അള്ളാഹുവിൻ്റെ റസൂലങ്ങ് ചോദിക്കുന്ന ഉമ്മു ഹബീബ, എന്താ നിങ്ങൾ ദുആ ചെയ്യുന്നത്? ആയുസ് വർദ്ധിച്ച് കിട്ടാൻ ദുആ ചെയ്യുകയാണോ? ഉമ്മു ഹബീബ, ആയുസ്സൊക്കെ അല്ലാഹു തആല നമ്മളെ ജനിപ്പിച്ച ഉടനെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചിരിക്കുന്ന അന്ന് നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ
അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ഉമ്മു ഹബീബ മനുഷ്യന്മാരെ അല്ലാഹു ജനിക്കുന്ന അന്ന് തന്നെ എത്ര കൊല്ലമാ ദുനിയാവിൽ ജീവിക്കുക എന്ന് അല്ലാഹു തആല അവന്റെ ആയുസ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഉമ്മു ഹബീബ. എല്ലാവരുടെ ആയുസ്സും അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെ ആയുസ്സും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്ന സമയമെത്തുമ്പോൾ അയാൾ ഈ ലോകത്തോട് വിട പറയുന്നതാണ്. ആ സമയം എത്തുന്നത് വരെ ഭൂമിയിൽ ജീവിക്കോ. അതുകൊണ്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങ് പറയുന്ന ഉമ്മു ഹബീബ, ആയുസ്സൊക്കെ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ ആയുസ് കൂട്ടാനല്ല ദുആ ചെയ്യേണ്ടത്. ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ മറക്കല്ല. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്ന ഉമ്മു ഹബീബ, അല്ലാഹു ഒരു മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ മനുഷ്യൻ ചെയ്യേണ്ട കർമ്മം ഏതാണെന്നറിയോ? ഒരു ഇബാദത്ത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു ഇബാദത്ത് കൊണ്ട്, ഒരു ആരാധന കൊണ്ട്, ഒരു സൽക്കർമ്മം കൊണ്ട്, ഒരു നന്മ കൊണ്ടൊരു മനുഷ്യൻ്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുന്നതാണ്. ഏതാണ് ആയുസ് എന്നറിയില്ലേ? സുബ്ഹാന റബ്ബീ. ആയുസ് കുറക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന മജ്ലിസിൽ വെച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും കേട്ടോ, അല്ലാഹു നമുക്ക് തന്ന ആയുസ് വർദ്ധിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മം ഏതാണ്? ആയുസ് വർദ്ധിക്കാൻ ചെയ്യേണ്ട ഇബാദത്ത് ഏതാണെന്നറിയില്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ ആയുസ് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഉമ്മു ഹബീബ, ആയുസ് വർദ്ധിക്കണമെങ്കിൽ, ആയുസ് അല്ലാഹു തആല വർദ്ധിപ്പിച്ച് തരണമെങ്കിൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും ഗുണം ചെയ്യൽ കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ ആയുസ്സും അല്ലാഹു തആല വർദ്ധിപ്പിക്കുക ഇല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മാനും ബാപ്പാക്കും നോക്കുന്നതുവന്നെ, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യുന്നവന്, മാതാവിനോടും പിതാവിനോടും കൃപ കാണിക്കുന്നവന്, മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്നവൻ്റെ ആയുസ് അല്ലാഹു തആല വർദ്ധിപ്പിക്കുന്നതാണ്. ആയുസ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കൂട്ടത്തിലെ ഇബാദത്തിൽപ്പെട്ട ഒന്നാണ് ഉമ്മമാരെ ഉപ്പമാരെ ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ സ്വന്തം മാതാവിനും പിതാവിനും ഗുണം ചെയ്യൽ കൊണ്ട് അല്ലാഹു ഒരു മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്. അതല്ലേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മദീന പള്ളിയിലേക്ക് വരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് മദീന പള്ളിയിൽ കയറി വന്നുകൊണ്ട് സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, സുഹാബ, ഞാൻ ഇന്നലെ സ്വപ്നം കാണുന്നു. സുഹാബ, പ്രവാചകന്മാർക്കുള്ള സ്വപ്നം വഹിയാണ്. അല്ലാഹുവിൻ്റെ ഹബീബിന് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്. 17 അത്ഭുതങ്ങളാ റബ്ബെന്നെ കാണിച്ചിട്ടുള്ളത്. 17 അത്ഭുതങ്ങൾ, പരലോകമാകെ ബന്ധപ്പെട്ട 17 അത്ഭുതങ്ങൾ അല്ലാഹു തആല എന്നെ കാണിച്ചിരിക്കുന്ന സുഹാബ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങ് പറയുമ്പോൾ സുഹാബികളൊക്കെ ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ കണ്ടിരിക്കുന്ന 17 അത്ഭുതങ്ങൾ, പരലോകമാകെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് വിശദീകരിക്കൂ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂല് മദീന പള്ളിയിലെ മിമ്പറമ്മിൽ കയറുന്നു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ആ 17 അത്ഭുതങ്ങൾ വിശദീകരിക്കുകയാണ്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഓരോ മുഅ്മിനീങ്ങളും ഉമ്മമാരുപ്പമാരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കാൻ വേണ്ടി പറയാ. റസൂലുള്ള പറയുന്ന സുഹാബ, ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹു തആല എന്നെ കാണിച്ചിരിക്കുന്ന കാര്യമാണ്. എന്താ റബ്ബെന്നെ കാണിച്ചിരിക്കുന്നറിയില്ലേ? ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്ന കാഴ്ചയാകെന്നെ റബ്ബ് കാണിച്ചിരിക്കുന്നത്. ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു മനുഷ്യനിങ്ങനെ കിടക്കുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനില്ലേ? ആ സമയത്താണ് അല്ലാഹുവിൻ്റെ കൽപ്പന, അസ്റായീൽ
അസ്റാഹീൽ, ആ മനുഷ്യനെ റൂഹ് പിടിക്കാൻ സമയമായിരിക്കും അസ്റാഹീൽ. അതുകൊണ്ട് ആ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ ബഹുമാനപ്പെട്ട അസ്റാഹീൽ അലൈഹിസ്സലാം ഈ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് അതാ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. മരണമാസന്നമായി കിടക്കുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മലക്ക് മൗത്ത് അസ്റാഹീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ എൻ്റെ ക്ലാസ് കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇയാളെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അസ്റാഹീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ടൈമിലില്ലേ, ആകാശലോകത്തുനിന്ന് പ്രത്യേകമായിരിക്കും ഒരു നന്മ ഇറങ്ങി വരുന്ന സ്വഹാബ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാൾ കിടന്നുറങ്ങുന്നു, അയാൾ റൂഹ് പിടിക്കാൻ സമയമാകുന്ന അള്ളാഹു റബ്ബിൻ്റെ മലക്കായിരിക്കുന്ന അസ്റാഹീലിനോട് പറയുന്നു. അസ്റാഹീൽ റൂഹ് പിടിക്കാൻ വേണ്ടി ആ മനുഷ്യന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്നതാ അള്ളാഹുവിൻ്റെ ആകാശ ലോകത്തിൽ നിന്ന് ഒരു പ്രത്യേകമായിരിക്കുന്ന നന്മ ഇറങ്ങി വരുന്നു. സുബ്ഹാന റബ്ബീ. ആ നന്മ ഇറങ്ങി വന്നുകൊണ്ട് ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ മൊത്തത്തിൽ അങ്ങ് പൊതിയുകയാൾ. എന്നിട്ട് ഈ നന്മ പറയുന്ന അസ്റാഹീലെ, ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഞാൻ സമ്മതിക്കുക ഇല്ല, ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഞാൻ സമ്മതിക്കുക ഇല്ല, റൂഹ് പിടിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ നന്മ അസ്റാഹീൽ അലൈഹിസ്സലാം തടഞ്ഞു വെക്കുമ്പോൾ അസ്റാഹീൽ അലൈഹിസ്സലാം റബ്ബിനോട് പറയുന്ന, അല്ലാ, നീ ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന സമയം തീർന്നിട്ടുണ്ടല്ലോ, ആ സമയം അവസാനിച്ചിരിക്കുന്ന ടൈമിനാ ഞാൻ റൂഹ് പിടിക്കാൻ വന്നിരിക്കുന്നത് അല്ലാ. പക്ഷേ ഈ മനുഷ്യന് റൂഹ് പിടിക്കാൻ ഇവിടെ ഒരു നന്മ സമ്മതിക്കുന്നില്ല അല്ലാ. ഇതങ്ങോട്ട് പറയുന്ന സമയത്ത് അല്ലാഹു അസ്റാഹീലിനോട് പറയുന്ന, അസ്റാഹീലേ, ഞാൻ ആ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അയാൾ മരണത്തിൻ്റെ സമയം ഞാൻ കൊടുത്ത ടൈം തീർന്നെങ്കിലോ അയാൾ ചെയ്ത ഒരു നന്മയുടെ പ്രതിഫലം, നന്മ കാരണോ ഞാൻ അയാൾ ആയുസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തിരിച്ചു പോരാനങ്ങ് പറയുമ്പോൾ എൻ്റെ മുഅ്മിനേ, അള്ളാഹുവിൻ്റെ ബഹുമാനപ്പെട്ട മലക്ക് മൗത്ത് അസ്റാഹീൽ അലൈഹിസ്സലാം അവിടുന്ന് ഈ മനുഷ്യനോട് സലാം പറഞ്ഞുകൊണ്ട് റാഹത്തോടെ തിരിച്ചു പോരും. മരണത്തിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അസ്റാഹീൽ റൂഹ് പിടിക്കാതെ തിരിച്ചു പോവുകയോ ആ മനുഷ്യൻ പിന്നീട് ഒരുപാട് കാലം ജീവിക്കേണ്ടി വരികയും ചെയ്ത കഥയതാ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സ്വഹാബികളെല്ലാവരും, എന്തിനാ നബിയെ, ഏത് നന്മയാണ് യാ റസൂലല്ലാഹ്, ഏത് നന്മക്ക് വേണ്ടി, ഏത് നന്മയുടെ പ്രതിഫലമാണ് നബിയെ, എന്ത് നന്മയുടെ കൂലി കൊണ്ടാണ് മനുഷ്യന്റെ ആയുസ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന, സ്വഹാബാ, ആ മനുഷ്യൻ ചെയ്ത നന്മ ഏതാണെന്നറിയില്ലേ, ആ മനുഷ്യൻ അസ്റാഹീൽ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ നിന്ന് അയാളെ മരണപ്പെടാതെ അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കാതെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചിരിക്കും നന്മ സ്വന്തം മാതാവിനും പിതാവിന് നല്ലവണ്ണം നോക്കുന്ന ഒരുപാട് ഗുണം ചെയ്യുന്ന വ്യക്തിയായിരുന്ന മനുഷ്യനെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് മുഅ്മിനേ, ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ സമയമുണ്ട്, തിരിച്ചു ലഭിച്ചേക്കാം. നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സമ്പത്ത് തിരിച്ചു കിട്ടിയേക്കാം, അധികാരം കിട്ടിയേക്കാം. എന്നാൽ അല്ലാഹു തആല മനുഷ്യന് ഒറ്റത്തവണ കൊടുക്കുന്ന ഒരേ ഒരു കാര്യം, നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു കാര്യം അവൻ്റെ സമയമാണ്, അവൻ്റെ ആയുസ്സാണ്. മരണപ്പെടാൻ വേണ്ടി കിടക്കുന്ന പിതാവ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പിതാവ്, ഡോക്ടർമാർ പറയുകയാണ് ഈ മനുഷ്യൻ മരിക്കാൻ 10 മണിക്കൂറേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ 99% ഇയാൾക്ക് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ല. എന്നാൽ ഒരു പക്ഷേ 1% ഇയാൾ രക്ഷപ്പെട്ടേക്കാം എന്ന് നമ്മളോട് ഡോക്ടർമാർ പറഞ്ഞാൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടോട്ടെ എന്ന് ഒരു മക്കളും പറയില്ല. 1% ഉണ്ടോ എൻ്റെ പിതാവ് രക്ഷപ്പെടാൻ സാധ്യതയെങ്കിൽ ആ 1%-ന് 10 ലക്ഷമാണ് ഓപ്പറേഷന് ചെലവെന്ന് പറഞ്ഞാൽ 10 ലക്ഷമല്ല, 1 കോടിയല്ല, എന്ത് വേണമെങ്കിലും തരാൻ ഏത് മക്കളും തയ്യാറല്ലേ? അത്രയും വിലപ്പെട്ട ഒന്നാണ് മുഅ്മിനെ ആയുസ്സിൻ്റെ വിലയെങ്കിൽ ആ ആയുസ് അള്ളാഹു തന്ന സമയം അള്ളാഹു വർദ്ധിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. സ്വന്തം മാതാവിനും പിതാവിനും ഗുണം ചെയ്യണമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ആയുസ്സിനെ വെട്ടിച്ചുരുക്കുന്ന ഒന്നുമാണ് മാതാവിനോടും പിതാവിനോടും ഉപദ്രവിക്കുന്നവന്, പിതാവിനെ സങ്കടപ്പെടുത്തുന്നവന്, മാതാവിനോട് ദേഷ്യപ്പെടുന്നവന്, പിതാവിനെ കുറ്റം പറയുന്നവന്, ഉമ്മാനും ബാപ്പാനും വേദനിപ്പിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകുന്ന ദുനിയാവിൽ വെച്ച് റബ്ബ് കൊടുക്കുന്ന മാരകമായിരിക്കുന്ന ശിക്ഷയിൽപ്പെട്ട ഒന്നാമത് ശിക്ഷ അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങ് പറയുന്ന സുഹാബാ, ഉമ്മാനും ബാപ്പാനും വേദനിപ്പിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ദുനിയാവിൽ അവൻ്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് മുഅ്മിനേ മറക്കല്ല, നിന്റെ ഉമ്മ ആരാണെന്ന് നീ മനസ്സിലാക്കണം. രാത്രി കിടക്കുന്ന സമയത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് ചിന്തിക്കണം, റബ്ബേ ഇന്ന് ഞാൻ വലിയ പ്രതാപത്തിനാണ്, വലിയ സ്ഥാനത്താണ്, ഒരുപാട് പദവിയിലാണ് ഞാനുള്ളത്. ഈ സ്ഥാനമാനങ്ങൾ എനിക്ക് ലഭിക്കാൻ കാരണമാരാണ് എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയുടെയും കഷ്ടപ്പാടുകളാണ്. ഒരുപാട് കാലഘട്ടം നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണവർ. ചെറുപ്രായത്തിൽ നമ്മളൊക്കെ മൂത്രമൊഴിക്കുന്ന കാലഘട്ടത്തിന് 1 വയസ്സും അല്ലെങ്കിൽ 4 മാസം 2 മാസം പ്രായമുള്ള സമയത്തൊക്കെ നമ്മൾ അവസ്ഥ എന്തായിരുന്നോ, അപ്പം അതിലാ സമയം നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്ന മാതാവിൻ്റെ പിതാവിൻ്റെ വേദന അതിന് പകരം കൊടുക്കാൻ എൻ്റെ മക്കളെ ഒന്നും തിരിച്ചില്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആയുസ്സിനെ വെട്ടിച്ചുരുക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഉമ്മാനും ബാപ്പാനും സങ്കടപ്പെടുത്തുക. പ്രത്യേകിച്ച് എൻ്റെ മരുമക്കൾ, ഒരു ഭാര്യമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ നിങ്ങളെ ഭർത്താവിൻ്റെ ഉമ്മാനെയും ബാപ്പാനും നല്ലോണം പരിപാലിക്കുന്നവരാണെങ്കിൽ എത്രയോ കുടുംബത്തിൽ, എത്രയോ വീട്ടുകാരിൽ, എത്രയോ കുടുംബത്തിൽ ഉമ്മമാർ കണ്ണുനീരോടെ പറയാറുണ്ട്, എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നത് വരെ നല്ല വണ്ണം എന്നെ നോക്കിയിരുന്നു, കല്യാണം കഴിച്ചു ശേഷം എന്നെ നോക്കാറില്ല, എന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് ഉമ്മമാർ, എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, നിൻ്റെ ഭർത്താവിനെ ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടെ ആയുസ്സോടെ നിനക്ക് ലഭിക്കണോ, നിൻ്റെ ഭർത്താവിനോട് പറയണം ഭർത്താവിൻ്റെ ഉമ്മാനും ബാപ്പാനും നോക്കാൻ. ഉമ്മാനും ബാപ്പാനും നോക്കുന്നുണ്ട് നിൻ്റെ ഭർത്താവെങ്കിൽ നീ അത് പിടിച്ചു വെച്ചാൽ, നീ തടഞ്ഞു വെച്ചാൽ എന്തിനാ നിങ്ങൾ ഉമ്മാനും ബാപ്പാനും പിറകിൽ തന്നെ കൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ പിടിച്ചു വെച്ചാൽ നിൻ്റെ ഉമ്മാനും ബാപ്പാൻ്റെ നിൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സാണ് മുഅ്മിനീങ്ങളെ കുറയാൻ. അതുകൊണ്ട് സഹോദരിമാരിക്കാരും നല്ലവണ്ണം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെല്ലാവർക്കും നാഫിയായിരിക്കുന്ന ഇൽമ് നൽകുമാറാകട്ടെ. ഉമ്മാക്കും ബാപ്പക്കും ഗുണം ചെയ്താൽ അള്ളാഹു അവൻ്റെ ആയുസ് വർദ്ധിപ്പിക്കും, സമ്പത്തിന് അള്ളാഹു ബർക്കത്ത് കൊടുക്കും, ആരോഗ്യം അള്ളാഹു നൽകും, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. അവൻ അള്ളാഹിനോട് ദുആ ചെയ്ത ആ ദുആക്കല്ല ഉടൻ അള്ളാഹു ഉത്തരം കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ്, ആരാധനയാണ് ഉമ്മാനും ബാപ്പാനും നോക്കുക. നമുക്കറിയാമല്ലോ, ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. സ്വഹാബി അല്ല, താബിഈങ്ങൾക്കുള്ള നേതാവാണെന്ന് മഹാന്മാർ അറിയിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിനെ സ്നേഹം. അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ വലിപ്പം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. സുബ്ഹാന റബ്ബി അൻത ഉമ്മും അം അബോ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖാതു യാ സീദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള ഇഷ്ക്, അള്ളാഹുവിൻ്റെ റസൂലാകെ തങ്ങളോടുള്ള സ്നേഹം മനസ്സിൻ്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു
റസൂലുള്ളാഹിനെ കാണാൻ ഒരുപാട് പൂതി വെച്ച മഹാനായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ നാടായിരിക്കുന്ന കർണിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. അവിടെ പോയി റസൂലുള്ളാഹിനെ കാണാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു ഉമ്മ ഉണ്ടായിരുന്നു. വയസ്സായിരിക്കുന്ന സുഖമില്ലാത്ത ഒരു മാതാവ് ഉണ്ടായിരുന്നു. മാതാവിനെ പരിപാലിക്കലാണ് ഉവൈസിൻ്റെ ജോലി, മാതാവിനെ നോക്കലാണ് ഉവൈസിൻ്റെ ജോലി. അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് റസൂലുള്ളാഹിനെ കാണാൻ അങ്ങ് ചെന്നാൽ എൻ്റെ ഉമ്മ പട്ടിണിയാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉമ്മാനെ പരിപാലിക്കുന്ന വയസ്സ് മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ഒരുപാട് റസൂലുള്ളാഹിനെ കാണാൻ മോഹിച്ചിരിക്കുന്ന ഉവൈസ്. അറിയില്ലേ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മഹാന്മാരെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ പരിപാലിച്ച് ഉമ്മാക്കളുടെ ഭക്ഷണം കൊടുത്ത് ഉമ്മാനെ കുളിപ്പിച്ച് ഉമ്മാക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഉവൈസ് വീട്ടിൽ നിന്നിറങ്ങുന്നു. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഉവൈസ് ഇറങ്ങുകയാണ്. എവിടേക്കാണ് ഇറങ്ങുന്നത്? ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ അങ്ങാടിയിൽ ഇറങ്ങിക്കൊണ്ട് ഒരു വലിയതായിരിക്കുന്ന പാറക്കല്ലിൻ്റെ മുകൾ ഭാഗത്ത് കയറി നിന്നുകൊണ്ട് ഉവൈസുൽ ഖർനി ഓരോ മനുഷ്യന്മാരോടും വിളിച്ചു ചോദിക്കുന്നു. അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് സാധനം വാങ്ങാനെത്തിയിരിക്കുന്ന മനുഷ്യന്മാരെ കണ്ടാൽ, പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ, അപരിചിതരായിരിക്കുന്ന മനുഷ്യന്മാരെ കണ്ടാൽ ഉവൈസുൽ ഖർനി ചോദിക്കുന്ന ഹൽ മിൻ മദീന, നിങ്ങൾ മദീനക്കാരനാണോ? നിങ്ങൾ മദീനക്കാരനാണോ? ആരെ കണ്ടാലോ ഉവൈസ് ചോദിക്കുന്ന ചോദ്യം അതാ, നിങ്ങൾ മദീനക്കാരനാണോ? ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി മൗലായ സ്വല്ലി വസല്ലിം ദാഹിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേട്ടോ. അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ട്, പ്രേമം കൊണ്ട്, സ്നേഹം കൊണ്ട് ഉവൈസുൽ ഖർനി ചോദിക്കുന്ന, ആരെ കണ്ടാണ് ചോദിക്കുന്ന ഹൽ മിൻ മദീന, നിങ്ങൾ മദീനക്കാരനാണോ? നിങ്ങൾ മദീനയിൽ നിന്ന് വന്നവനാണോ? അങ്ങാടിയിൽ കയറിക്കൊണ്ട് അങ്ങാടിയിലെ വലിയതായിരിക്കുന്ന പാറക്കല്ലിൻ്റെ മുകൾ ഭാഗത്ത് കയറിന്ന് കൊണ്ട് വിളിച്ചു ചോദിക്കുന്ന മദീനക്കാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? മദീനത്തുനിന്ന് വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? മദീനക്കാരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്ന് ഉറക്കനെ വിളിച്ചിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും ഒരാൾ അതേ ഞാൻ മദീനക്കാരനാണെന്ന് പറഞ്ഞാൽ സുബ്ഹാന റബ്ബി, ഉവൈസുൽ ഖർനിയോട് ഞാൻ മദീനത്തുനിന്ന് വന്ന ഒരാളാണെന്ന് ആരെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉവൈസിൻ്റെ കണ്ണ് നിറയുന്നോ. ഓടി ചെന്നുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നോ, എൻ്റെ റസൂലുള്ളാഹിനെ കണ്ടവനാണോ? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന റസൂലുള്ളാഹിൻ്റെ സ്വഹാബിയാണോ? അതേ റസൂലുള്ളാഹിൻ്റെ സ്വഹാബിയാണ് ഞാൻ മുസ്ലിം ആയിരിക്കുന്ന വ്യക്തിയാണ്, അല്ലാഹുവിൻ്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന മുസ്ലിമാണ്, സ്വഹാബിയാണെന്ന് കേട്ടാൽ പൊട്ടിക്കരഞ്ഞ കൊണ്ട് ഉവൈസ് ചോദിക്കുന്നു, സ്വഹാബി, ഈ പാവപ്പെട്ട മിസ്കീനായിരിക്കുന്ന എനിക്ക് നിങ്ങളെ ഈ രണ്ട് കണ്ണിൻ്റെ ഇടയിലൊന്ന് ചുംബിക്കാൻ സമയം തരുമോ? നിങ്ങളെ കണ്ണിൻ്റെ ഇടയിലൊന്ന് ചുംബിക്കാനുള്ള അവസരം എനിക്ക് നൽകുമോ? ഞാനൊന്ന് നിങ്ങളെ കണ്ണിൻ്റെ ഇടയിലൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവരെ കണ്ണിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ കണ്ണ് കൊണ്ടല്ലേ എൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കിയത്?
ഈ കണ്ണ് കൊണ്ടല്ലേ റസൂലാനെ കണ്ടത്, ഈ കണ്ണ് കൊണ്ടല്ലേ എൻ്റെ മുത്തുനബിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയത്. ഈ കണ്ണെത്ര ഭാഗ്യമുള്ള കണ്ണാണ്, ഈ കണ്ണെത്ര ഭാഗ്യമുള്ള കണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ട കണ്ണിനെ ചുംബിക്കുന്ന മഹാനായിരുന്നു സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അത്രയും അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ട്, പ്രേമം കൊണ്ട് ജീവിച്ചിരിക്കുന്ന മഹാൻ. ഉമ്മയുടെ വാക്ക് ധിക്കരിച്ചില്ല, ഉമ്മാന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഉമ്മയോട് ചോദിക്കുന്ന ഉമ്മ, അള്ളാഹുവിൻ്റെ ഹബീബിനൊന്ന് കാണാൻ മദീനത്ത് പോകട്ടെ എന്ന് ചോദിച്ചിരിക്കുന്ന വയസ്സിനിക്ക് ഉമ്മ സമ്മതം കൊടുക്കുന്ന മോനെ, നീ ചെന്ന് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ചെന്നുകൊണ്ട് കാണാൻ. സമയം സമ്മതം കിട്ടിയിരിക്കുന്ന പൊന്നുമോന് അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട്, ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് കടന്നു വരുന്ന ഉമ്മമാരെ റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് മുത്തുനബിനെ കാണാൻ വരികയാണ്. ഉമ്മാനെ സമ്മതം കിട്ടി വരികയാണ്. ഉമ്മന്താ പറഞ്ഞത്, മോനെ റസൂലുള്ളാഹിനെ പള്ളിയിൽ വെച്ച് കണ്ടാൽ മതി എന്നാണ്. അൽഹംദുലില്ലാഹ്, ഈ സമ്മതം കിട്ടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റസൂലുള്ളാഹിനെ കാണാൻ ഓടിച്ചാടി അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മദീന പള്ളിയിലേക്ക് വരുമ്പോൾ, മദീനത്തെ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്ന ഉവൈസ് അവിടെ വെച്ചുകൊണ്ട് സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബാ, മദീനത്തെ പള്ളിയിലേക്ക് വന്ന സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബാ, കർണന നാട്ടിൽ നിന്ന് വരുന്ന ഉവൈസ് എന്ന് പറയുന്ന ആളാണ് ഞാൻ, അള്ളാഹുവിൻ്റെ ഹബീബിനൊന്ന് കാണാമെന്നതാണ്. റസൂലുള്ളാഹി എവിടെയാണ്, എൻ്റെ റസൂലുള്ളാഹി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിയോട് സ്വഹാബികൾ അങ്ങ് പറയുന്ന, ഉവൈസ്, അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിൽ ഇല്ല, അള്ളാഹുവിൻ്റെ റസൂല് പള്ളിയിലില്ല ഉവൈസ്. ഇതങ്ങോട്ട് കേൾക്കുന്ന സമയത്താണ് സുബ്ഹാന റബ്ബി, ഉവൈസദാ പൊട്ടി വേദനയോടെ കരയുകയാൾ. കരയുന്ന സമയത്ത് അല്ലാഹു ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറയുന്നു, ഉവൈസേ സങ്കടപ്പെടണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോകതാണ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ അവിടെ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ ഉവൈസുൽ ഖർനി പറയുന്ന, വേണ്ട, എൻ്റെ ഉമ്മയുടെ സമ്മതം അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ, പള്ളിയിൽ വെച്ച് കാണാൻ വേണ്ടിയാണ്, ഇവിടെ നിന്ന് പോകാൻ എനിക്ക് സമ്മതം പിന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ പൊട്ടിക്കരഞ്ഞെങ്കിൽ എൻ്റെ മുഅ്മിനെ മറക്കല്ല. ആ ബഹുമാനപ്പെട്ടവരെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ ബഹുമാനപ്പെട്ട ഉവൈസ് എന്ന് പറയുന്ന മഹാനെ കണ്ടാൽ, ഉവൈസിനെ നിങ്ങൾ എവിടെ നിന്നിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഉവൈസിനെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ ഉവൈസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. നിങ്ങൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്ന മഹാനാണ് ഉവൈസുൽ ഖർനി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന മഹാനാണ്. ഈ അവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി എത്തുന്നത് മഹാന്മാരെ വിശദീകരിക്കുന്ന ഉമ്മമാരെ, സ്വന്തം മാതാവിനെ പരിപാലിച്ചതിൻ്റെ പ്രതിഫലമാണ്, ഉമ്മാനെ നോക്കിയതിൻ്റെ കൂലിയാണ്. അതുകൊണ്ട് ഉമ്മായെയും ബാപ്പാനെയും നോക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകുന്നു. ആ മനുഷ്യന്മാര് പടച്ച റബ്ബിനോട് എന്ത് തേടിയാലും അല്ലാഹു തആല ഉത്തരം കൊടുക്കുമെന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കുന്നു, സമ്പത്ത് അല്ലാഹു വർദ്ധിപ്പിക്കുന്നു, ദുനിയാവിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു, ഒരുപാട് ഉന്നതമായിരിക്കുന്ന പദവിയിലേക്ക് എത്തുന്നു. സ്വന്തം മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് വരെ ഇബാദത്താണ് എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ മറക്കല്ല, നിന്റെ ഉമ്മാന്റെ മഹത്വം നീ മനസ്സിലാക്കാൻ നീ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണം. നീ പരിശുദ്ധമാക്കപ്പെട്ട റസൂൽ പറയുന്ന 3 വസ്തുക്കളിലേക്ക് നോക്കിയാൽ, നിന്റെ കണ്ണുകളെ കൊണ്ട് 3 വസ്തുക്കളിലേക്ക് നീ നോക്കിയാൽ അല്ലാഹു നിനക്ക് കൂലി നൽകുന്നു. 3 വസ്തുക്കളിലേക്ക് നിന്റെ കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ മാത്രം മതി. ഒന്ന് ഏതാണ്? പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫാണ്. മക്കയിൽ കിടക്കുന്ന കഅബ ഷരീഫ് കണ്ടിട്ടില്ലേ? കാണാൻ കൊതിച്ചിട്ടില്ലേ? 60,000 70,000 മുടക്കിക്കൊണ്ട് ഉംറ കർമ്മത്തിന് പോകുന്ന ഒരു വിശ്വാസി പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരയുന്ന സമയമേതാണ്? അള്ളാഹുവിൻ്റെ ഭവനമായിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട കഅബ.
കഅബ ഷരീഫിന്റെ മുഖക്കില്ലകൾ കാണുമ്പോൾ, ആദ്യമായി കൊണ്ട് കഅബ നമ്മളെ കണ്ണുകളെ കൊണ്ട് കാണുമ്പോൾ മുഅ്മിനീങ്ങളെ കണ്ണിന്ന് കണ്ണീര് വരും. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത്തു ഖുലൂബുഹും. ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യന്റെ കണ്ണിന്ന് കണ്ണീരൊലിക്കുന്ന സമയമാണ്. ഏറ്റവും ആളുകൾ കാണാൻ കൊതിക്കുന്ന ഒന്നാ റബ്ബിന്റെ വീടായിരിക്കുന്ന കഅബയെങ്കിലേ ആ കഅബ ഷരീഫിലേക്ക് നോക്കിയാൽ നിനക്ക് വെറുതെ അല്ലാഹു തആല കൂലി തരുന്നു. രണ്ടാമത്തെ റബ്ബിന്റെ പരിശുദ്ധമാകപ്പെട്ട കലാമായിരിക്കുന്ന ഖുർആനാണ് മുഅ്മിനേ. ഖുർആനിലേക്ക് നോക്കിയാലും അല്ലാഹു തആല കൂലി നൽകുന്നു. ഇതുപോലെ മൂന്നാമത് അല്ലാഹുവിൻ്റെ റസൂല് വിശദീകരിക്കുന്നു. നിന്നെ പ്രസവിച്ചിരിക്കുന്ന മാതാവിൻ്റെ മുഖത്തേക്ക് നീ നിന്റെ കണ്ണുകളെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ, നിന്റെ കണ്ണുകളെ കൊണ്ട് ഉമ്മാന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അത് പ്രതിഫലമാണ്, കൂലി കിട്ടുന്ന ഇബാദത്താണ് മുഅ്മിനേ. അത്രയും മഹത്വമുള്ളവരെയാണോ നിങ്ങൾ വേദനിപ്പിക്കുന്നത്, നിങ്ങൾ സങ്കടപ്പെടുത്തുന്നത്? അവരോടാണോ നിങ്ങൾ ചൂടാകുന്നത്? അവരെ നോക്കുന്ന വിഷയത്തിനാണോ നിങ്ങൾ കണക്ക് പറയുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്ന അല്ലാഹു ദുനിയാവെന്ന് ഇങ്ങനെ മാതാവിനെ പിതാവിനെ വേദനിപ്പിക്കുന്നവന് മാരകമായിരിക്കുന്ന ശിക്ഷകളെ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം അല്ലാഹുവിൻ്റെ ആയുസ്സിനെ വെട്ടിച്ചുരുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് വിശദീകരിക്കുന്നില്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു, ആയുസ് കുറക്കുന്ന ഓരോ പാപങ്ങളെക്കുറിച്ച്. ഇന്ന് ഞാൻ പറഞ്ഞു, സ്വന്തം മാതാവിനും പിതാവിനും സങ്കടപ്പെടുത്തുന്നവരുടെ ആയുസ് അല്ലാഹു കുറക്കും. ആയുസ്സിൽ ബർക്കത്തുണ്ടായിരിക്കില്ല. എന്നാൽ ഉമ്മാനും ബാപ്പാനും നോക്കുക, മാക്സിമം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്താൽ നിൻ്റെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് തരും, നിൻ്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ആയുസ് വർദ്ധിക്കാൻ ദുആർന്നപ്പോൾ റസൂൽ പറയാണ്, ഉമ്മു ഹബീബ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കണമെങ്കിൽ ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്യൽ കൊണ്ടല്ലാതെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഉമ്മാനും ബാപ്പാനും നല്ലവണ്ണം നോക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇനി അവർ മരണപ്പെട്ടവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഈറ, എപ്പോഴും അവർക്ക് വേണ്ടി അവരറിയാതെ പ്രാർത്ഥിക്കുക. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ, സ്വയം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓരോരുത്തരോടും പഠിപ്പിച്ച് അവരെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പരിപാലിക്കണം, നോക്കണം. അവരെ വേദനിപ്പിക്കരുത്. അവരാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് ആരെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, അവരോട് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ നിങ്ങൾ മാറ്റി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മാതാവിനോടും പിതാവിനോടും പൊരുത്തപ്പെടിപ്പിച്ച് നല്ല ഒരു വ്യക്തികളാക്കി നിങ്ങൾ മാറാൻ തീരുമാനിക്കണം. പടച്ച റബ്ബ് നമുക്കതിൻ്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അള്ളാഹ് മജ്ലിസുന്നൂർ ചൊല്ലി ദുആ ചെയ്യാൻ പോവുകയാണ്. മജ്ലിസുന്നൂർ ഉള്ളത് കൊണ്ട് ഇൻഷാ അള്ളാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും മജ്ലിസുന്നൂർ ആത്മാർത്ഥമായി ചൊല്ലുക. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കാറുള്ള 1-2 ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാം, സ്ഥിരമായിട്ട് നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന മുഅ്മിനീങ്ങൾ പന്താരങ്ങാട് പാറപ്പുറത്തുള്ളൊരു സഹോദരി സഫിയ എന്ന് പറയുന്നൊരു സഹോദരി മരണപ്പെട്ടു. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്നൊരു സഹോദരിയായിരുന്നു. ക്യാൻസർ രോഗം വന്നു മരണപ്പെട്ടു. അല്ലാഹു ആ സഹോദരിക്ക് ഖബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ ക്ലാസ്സിൻ്റെ സവാബ് ആ സഹോദരിയുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബം, ആ സഹോദരിയുടെ ഭർത്താവുകൾ വല്ലാത്തൊരു വിഷമത്തിലാണ്, മാനസിക പ്രയാസത്തിലാണ്. അല്ലാഹുവേ, പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണം റബ്ബേ. വേറെയും ഒരു 4-5 ആളുകൾ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുക്കുന്ന ഉമ്മമാർ, വേറെ 2 ചെറുപ്പക്കാർ, വേറൊരു സഹോദരൻ മരണപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ ഖബറിലേക്ക് ഞങ്ങളെ ക്ലാസ്സിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അതുപോലെ തന്നെ ദുആർക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ച 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്യാൻസറാണ്, RCCയിലേക്ക് പോകുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി. ആ രോഗം ഭേദമാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകൻ്റെ അമ്മായിമാക്ക്, ഭാര്യയുടെ ഉമ്മാക്ക് സുഖമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറയപ്പെട്ടൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അത് ക്യാൻസർ രോഗത്തിന് ടെസ്റ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ട്. അതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ലാതെ
ട്രീറ്റ്മെൻറ്റ് പരിപൂർണമായി വിജയിച്ച് കിട്ടാൻ ദുആർക്കണമെന്ന് പ്രത്യേകം നമ്മുടെ സജീവ പ്രവർത്തകൻ്റെ ഒരു അമ്മായിമ്മയാണ് ദുആർക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണം റബ്ബേ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞ് പ്രസവിച്ചിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. വല്ലാത്തൊരു വിഷമത്തിനാണ്, പ്രയാസത്തിനാണ്. ആ കുട്ടിൻ്റെ രോഗം എന്താണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വല്ലാത്തൊരു വിഷമത്തിനാണെന്ന് പറഞ്ഞ് ആ കുടുംബം ദുആർക്കാൻ പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണം റബ്ബേ. ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആർക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട്. കൊറോണ പോസിറ്റീവായി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവർ. അല്ലാഹുവേ നീ അവർക്ക് എല്ലാവർക്കും ശിഫ നൽകണം അല്ലാഹ്. അപ്പം എല്ലാവർക്കും വേണ്ടി മജ്‌ലിസുന്നൂർ ചൊല്ലി ദുആർക്കാണ്. പിന്നെ ഈ ക്ലാസ് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മളെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് നീറിപ്പുകയുന്ന മനപ്രയാസമായി, സങ്കടമായി കടങ്ങളുണ്ട്. എന്തൊക്കെ പ്രയാസങ്ങളാണ് ഓരോ ദിവസം ഓരോരുത്തരും നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ഓരോരുത്തരും ഈ ക്ലാസ് കേട്ട് കരഞ്ഞുകൊണ്ട് ദുആർക്കണമെന്ന് ഏൽപ്പിച്ചവരുണ്ട്. റബ്ബേ നിനക്കറിയാം, നിൻ്റെ ദീനിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അവരെല്ലാവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും നീ നീക്കി കൊടുക്കണം അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും റാഹത്തും ഇസ്സത്തും നൽകണം റബ്ബേ. ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് നീറിപ്പുകയുന്ന ഒരുപാട് ആൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു. അവരെ പ്രയാസങ്ങളൊക്കെ നീ നീക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മജ്‌ലിസുന്നൂർ ചൊല്ലി നമുക്ക് അവസാനം ദുആ ചെയ്യാം. മുഅ്മിനീങ്ങളെ, നമ്മളെ ഖുർആൻ പരീക്ഷനെ കുറിച്ച് എന്നും പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് സൂറത്തുൽ ഫത്ഹിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഖ്യാപിച്ചു. ബാക്കിയുള്ള കാര്യം ബാക്കിയും അത് 5ാം സ്ഥാനം 4ാം സ്ഥാനം കരസ്ഥമാക്കിയവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവരെ പേരുകളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. എല്ലാവരും പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം കൊടുക്കണം റബ്ബേ. അടുത്ത പരീക്ഷ ഇൻഷാ അല്ലാഹ് സൂറത്ത് ദുഹാനാണ്. അതിൻ്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ക്ലാസ് നടക്കും. നിങ്ങളൊക്കെ ക്ലാസ് കേൾക്കുകയും പരീക്ഷ എഴുതാൻ തയ്യാറാവുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമായ റബ്ബിൻ്റെ ഖുർആനിൻ്റെ പരീക്ഷയാണ്. എല്ലാവരും അത് പങ്കെടുത്ത് വിജയിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് സമയങ്ങളും ഡേറ്റുകളൊക്കെ പിന്നീട് അറിയിക്കും. ദുഹാൻ സൂറത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നതുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മജ്‌ലിസുന്നൂർ ചൊല്ലുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നല്ല മനസ്സോടെ ചൊല്ലുക. ഏടെടുത്ത് വെച്ച് ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ ചൊല്ലുക. അള്ളാഹു നമ്മൾ ചൊല്ലുന്ന ഓരോ ബദരീങ്ങൾ അസ്മാഇൻ്റെ ബർക്കത്ത് കൊണ്ടും നമ്മളെ മനസ്സിൻ്റെ അകത്തുള്ള വിഷമങ്ങൾ അള്ളാഹു നീക്കി തരുമാറാകട്ടെ. നമ്മൾ ദുആർന്നാണ്, ആ ദുആക്ക് അള്ളാഹു ഇജാബത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد
لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في النقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لك الحمد يا ربي يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم أوصل مثل الثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة بركة واهية من حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى أرواح السادات البدرين رضوان الله تعالى عنهم أجمعين اللهم الشفع فينا يا أرحم الراحمين اللهم بلغ منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بسم الله الرحمن الرحيم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدأ بسم الواحد حمدا له بالعابد صلى على محمد والآل والسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صل عليه يا الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلعة بن عبيد الله ألف زبير يبلغ سعد سعيد حانغ أسعد عمران وأبي عبد الله أوصم أبو المخشي ونيس إياس يصدق أوصم أبو شيخ وسيد وسعد عبد الله بشر خبيب صائب عمرو عبيد حاتب بوجير وهب صائب أبو حبيب عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله باراه خباب أبو حبا وسعد مصعب بحاثهم ومعتب أبو لبابة عبد الله تميمهم ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله تميمكم وعبادة ومعتب عكاشة تاجا قتادة عقبة أبو لسرمة عبد الله ثعلبة والحارث وثابت والحارث ثقف عمير حارث أبو لحيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فقل لنا يا ربنا ثعلبة والحارث حارثة والحارث ثابتهم والحارث أبو لمرصد عبدنا جبر ومدلاج وجبير عمير يفرج جبارهم أمر نجو سعد عبيد عبد الله جابر
عبيرهم سعد رجو عبود جانا ترتجو جودا حرام فرجو شريعة بني عبد الله حمزة حديث وحباب حبيب مصطح حاتبنا ثابت حسين سحين عبد الله صلى وسلم ربنا محمد حبيبنا فقلنا يا ربنا حمزة حديث وحريث وحديث وبابا സൂര്യ മറ്റുള്ളദീന മടങ്ങലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന കഅബും സിമാക്കും മാനിക്കും മസ്ഊദു അംറും മാനിക്കും കഅബും മുആദും മാനിക്കും ആബുല്ലി ഖാലിദ് അബ്ദുല്ലാ കഅബും ദിഫാഅത്തു മാനിക്കും അംറും വസനമത്തു മാനിക്കും കദാ ഉമാറത്തു മാനിക്കും അൻ കുല്ലിഹിം റിദ്വാനുല്ലാ ലിബ്ദതു സഅലും മഅകലു സഹലും ബിലാലും ആഖിലു ലീനം ഉവൈമും നൗഫലു ഹാദാ നസീനു അബ്ദില്ലാലം ومانيكم علو أبو عقيل يعمل ليلا وليل يعدل عن كلهم رضوان الله معن سليم سالم عمرو عمير أرقم مبشر والعاصم أبو مليل عبد الله ذنو وبابا സൂര്യ മറ്റുള്ളദീന മടങ്ങലോ ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറംബന മസ്ഊദുഹും വൽ ആസിമു ആബുല്ലി ഹംസത സാലിമു മാലികുനാ വൽ ആസിമു അൻ കുല്ലിഹിം റിദ്വാനുല്ലാ നുഅ്മാനു സുഫിയാനുൽ ലനാ നുഅ്മാനു അജ്ലാനും സിന നുഅ്മുൻ നുഐമാനും സന നുഅ്മാനു മഅനും അബ്ദുല്ലാ നുഅ്മാനു ثعلبة سنا الأمر أنذرة لنا نعمان عتبان لنا عن كلهم رضوان الله وحب وعباد سوا ذو عبد الرحمن دوا والعاصم الآمير وقدنا وزيد عبد الله وأبو لخارجة سوا ذم ثابت نعمان وواضيعة المسعود وعن كلهم رضوان الله داغ മൗതദ് കൂട്ടിടു ഇബ്ലീസ് കൂസിനെ കാട്ടിടു നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറംബന ഹുബൈലു ഉസ്മാനു വഹിലാലു വഅബ്ദു റബ്ബിഹി ഹൂദൻ ഉബൈദും സുമ്മഹി ലാലും മുആദും അബ്ദുല്ലാഹ് ഹാദിം അബൂ തൽഹതഹി ബാതം വസാബിതും ബഹി ഹാദാ തമാമു മുൻതഹി അൻ കുല്ലിഹിം റിദ്വാനുല്ലാഹ് ലാ റബ്ബ സിവാക അല മിൻ കുല്ലി ആഫാതിം ബലാ ലാതിം മുസീബാതിം അല അൻ തഹ്മിയന്നി യാ അല്ലാഹ് യസ്സിർ സകറാതിൽ ലിയ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖി അൻ ഹാവിയ കീനി ദവാമൻ യാ അല്ലാഹ് യസ്സിർ സകറാതിൽ ലിയ തുമീതു ദീനൽ മുൻജിയ യാ മൻ ബഖി അൻ ഹാവിയ കീനി ദവാമൻ യാ അല്ലാഹ് യസ്സിർ സകറാതിൽ ലിയ
توميت دين المنجية يا من بقيعا حاوية قيني دواما يا الله يا من دعيني ضامية ستين تمت صلية يوما دجل المنجية آمين سلم يا الله ലാഹ മൗതദ് കൂട്ടിടോ ഹിബിനീസ് കൂസിനെ കാട്ടിടോ നേരം ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറംബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് തന്ന ഒരാൾ ലിസ്റ്റും വായിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിനക്കറിയാം. എല്ലാവരും മനസ്സിൽ കരുതി ആമീൻ പറയാം. പല ആളുകളും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ പ്രാർത്ഥന പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെ മദ്രസയിലേക്ക് സംഭാവനകളും മറ്റും കൊടുക്കാൻ താല്പര്യമുള്ളവർ ഈ ലൈവ് നടക്കുന്നതിൻ്റെ സ്ക്രീനിൽ മദ്രസൻ്റെ അക്കൗണ്ട് നമ്പർ കാണിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കതിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംഭാവനകളൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർ അതിലേക്ക് അക്കൗണ്ടിലേക്ക് അയക്കാം എന്നറിയിക്കുന്നു. അള്ളാഹു നമ്മളെ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അടുത്ത വെള്ളിയാഴ്ച അല്ല, പിറ്റത്തെ വെള്ളിയാഴ്ച. എല്ലാവരും കൃത്യമായി സമയത്ത് പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ഈ നാട്ടിൽ വന്ന എല്ലാവിധ ആഫത്ത് ബലാഗ മുസീബത്തുകളൊക്കെ അള്ളാഹു നീക്കി പരിപാടികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ദുആയിൽ പങ്കെടുക്കുക. ദുആ ചെയ്യാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആക്കാണ്. ഒരു 3 സ്വലാത്ത് ചൊല്ലി മനസ്സറിഞ്ഞ് നിങ്ങളൊക്കെ ആമീൻ പറയുക. ബിഹഖി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الله أرحم الراحمين يا ملك الملوك يا غفور يا غفار يا رحمن يا رحيم يا خالق يا بارئ يا مصور يا واجد يا ماجد يا كريم يا الله. ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണം അല്ലാ, നീ കബൂലാക്കണം അല്ലാ. ഒരുപാട് പാപം ചെയ്തവരാ ഞങ്ങൾപ്പെട്ട ഓരോരുത്തരും. റബ്ബേ, നീ തന്ന കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ട്, പണം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സൗകര്യം കൊണ്ട് നീ ചെയ്യണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞ പല പാപങ്ങളും ചെയ്തവരാ. ഞങ്ങൾക്ക് നീ മാപ്പ് കൊണ്ട് അല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് കൊണ്ട് അല്ലാ. നീ എങ്ങാനും ഞങ്ങൾക്ക് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ റബ്ബേ, നിന്റെ നരകത്തിൻ്റെ വിറകാകെ ഞങ്ങൾ മറയേണ്ടി വരും. റബ്ബേ, ഗഫൂറായ ഗഫാറായ റഹ്മാനായ റഹീമായ അല്ലാ, ഞങ്ങൾക്ക് മാപ്പ് കൊണ്ട് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഞങ്ങൾ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾക്ക് നൽകുന്ന അതേ പ്രതിഫലം അവർക്കും നൽകണം അല്ലാ. ഈ ദുആകൾ അവർ ഒരുമിച്ച് കൂട്ടണം റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി
സ്വഈറാ. അല്ലാഹുവേ ഞങ്ങളെ ഏട്ടന്മാർ, അഞ്ചന്മാർ, അഞ്ചത്തിമാർ, ഭാര്യമാർ, പെങ്ങന്മാർ, സഹോദരി സഹോദരന്മാർ, കുടുംബക്കാർ, കൂട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സയ്യിദന്മാർ, അയൽവാസികൾ, പടച്ച റബ്ബേ എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഓരോരുത്തരും അല്ലാഹുവേ എൻ്റെ ക്ലാസ് സ്ഥിരമായി പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അല്ലാഹുവേ ദുആർക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചവര്, ദുആ ചെയ്യാൻ ഞാൻ ഏറ്റെടുത്തവര്, ഞാൻ ദുആ ചെയ്ത് കൊല്ലാമെന്ന് ഞാൻ ഏറ്റെടുത്തവര് എല്ലാവർക്കും ഈ ദുആകൾ സ്ഥാനം നൽകുക അല്ലാഹ്. എല്ലാവർക്കും ഈ ദുആകൾ സ്ഥാനം നൽകണം റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് രോഗമുള്ളവരാണ്, ശരീരത്തിൻ്റെ അകത്ത് പല ജാതി അസുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് അല്ലാഹ്. അല്ലാഹുവേ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ പല ജാതി രോഗമുള്ളവർ റബ്ബേ, എത്ര പേരാ ദുആക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തയച്ചിട്ടുള്ളത് ദുആ ചെയ്യാൻ വേണ്ടി. അല്ലാഹുവേ രോഗമുള്ളവർ, അല്ലാഹുവേ കാലുവേദന, ഊരവേദന, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ആട്ടിന് കംപ്ലൈൻറ്റ്, വൃക്ക കംപ്ലൈൻറ്റ്, കണ്ണിന് കാഴ്ച കുറവ്, കേൾവി കുറവ്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ട്, അൾസറിൻ്റെ കേട്, പുണ്ണിൻ്റെ കേട്, തലവേദനക്കാർ, വയറുവേദനക്കാർ, മാനസിക രോഗം, അവസ്മാരത്തിൻ്റെ കേട്, മാനസ്മാരകമായിരിക്കുന്ന സിഗരറ്റവർ, കണ്ണീറേറ്റവർ, പൈശാചിക ഉപദ്രവങ്ങൾ ഉള്ളവർ, അല്ലാഹുവേ ക്യാൻസർ ഉള്ളവർ, വൃക്കരോഗമുള്ളവർ, മഞ്ഞപ്പിത്തമുള്ളവർ, 2 കിഡ്നി കേടുവന്ന് ഡയാലിസിസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന രോഗികൾ, അല്ലാഹുവേ കൊറോണ പോസിറ്റീവായിരിക്കുന്ന ആളുകൾ, പടച്ചവരെ ഈ രോഗികൾക്ക് എല്ലാവർക്കും ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകുക അല്ലാഹ്. നീ ശിഫ നൽകുക അല്ലാഹ്. നീ ശിഫ നൽകുക അല്ലാഹ്. നീ ശിഫ നൽകുക അല്ലാഹ്. ക്യാൻസർ രോഗം പിടിപെട്ട ഒരു ചെറുപ്പക്കാരൻ കണ്ണ് നിറഞ്ഞ് ദുആർക്കണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അദ്ദേഹത്തിന് നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ, വേദന കൊണ്ട് പുളയുകയാണ്, വല്ലാത്ത സങ്കടമാണെന്ന് പറഞ്ഞ് ദുആർക്കണമെന്ന് പറഞ്ഞവര് അല്ലാ, ആ രോഗം നീ മാറ്റിക്കൊടുക്കണം അല്ലാ, നീ മാറ്റിക്കൊടുക്കണം അല്ലാ. മാരകമായിരിക്കുന്ന ക്യാൻസർ പോലത്തെ രോഗം ഞങ്ങൾക്കാർക്കും നൽകല്ല അല്ലാ. വൃക്കരോഗം നൽകല്ല അല്ലാ, മഞ്ഞപ്പിത്തം നൽകല്ല അല്ലാ, കീറിമുറിക്കുന്ന രോഗം നൽകല്ല അല്ലാ. വീട്ടിൻ്റെ അകത്ത് കൊല്ലങ്ങളോളം മാസങ്ങളോളം മുടക്കാച്ചരക്കാക്കി ഞങ്ങളെ കടത്തല്ല അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകി ഞങ്ങളെ വീട്ടിൽ കടത്തല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മക്കളാ, ഞങ്ങളെ പ്രതീക്ഷ മൊത്തം ഞങ്ങളെ പൊന്നുമക്കൾ, പേരക്കുട്ടികൾ, ഏട്ടന്മാർ, അഞ്ചന്മാർ, പെങ്ങന്മാർ, മക്കൾ, അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണമല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണമല്ലാ. യ അല്ലാഹ് യ അല്ലാഹ് യ അല്ലാഹ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഞങ്ങളെ മക്കൾ. പടച്ചവരെ ഞങ്ങളെ ഉപ്പാകെന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണമല്ലാ. അവർ പഠിക്കുന്ന പഠനത്തിൽ പുരോഗതി നൽകണമല്ലാ. അവരെഴുതുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ വിജയം നൽകണമല്ലാ. ഞങ്ങളെ മക്കളെ തമ്മാടികളാക്കല്ല അല്ലാ, കള്ളന്മാരാക്കല്ല അല്ലാ, കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ, തോന്നിവാസികളാക്കല്ല അല്ലാ. ഉമ്മാനും ബാപ്പാനും വെറുപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ല അല്ലാ. ഉമ്മയും ബാപ്പയും പെട്ടെന്ന് മരണപ്പെട്ട് മക്കളെ നോക്കാനാളില്ലാതെ റബ്ബേ ഞങ്ങളെ മക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ ഞങ്ങളെ മക്കൾക്ക് വരുത്തല്ല അല്ലാ. ഞങ്ങളെ മക്കളെ ഫക്കീറന്മാരാക്കല്ല അല്ലാ, യാചകന്മാരാക്കല്ല അല്ലാ. അല്ലാഹുവേ 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 മക്കളില്ലാത്ത ഒരുപാട് പേര് ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവർ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് റബ്ബേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ പൂതി വെച്ച് കഴിയുന്നവര് റബ്ബേ. യാ മുസവ്വിറു യാ മുസവ്വിറു യാ വാരിസു യാ ബാരികു യാ മുബ്ദിഉ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. നീ സ്വാലിഹായ സന്താനങ്ങൾ അവർക്ക് നൽകണമല്ലാ. റാഹത്തുള്ള മക്കളെ കൊടുക്കണം റബ്ബേ. സന്തോഷമുള്ള സ്നേഹമുള്ള മക്കളെ കൊടുക്കണം അല്ലാ. ഒരുപാട് ഗർഭികളായ പെണ്ണുങ്ങൾ വല്ലാത്ത വിഷമത്തിൽ സങ്കടത്തിൽ കഴിയുന്നുണ്ട്. ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവർ, കുട്ടിക്ക് വളർച്ച കുറവുള്ളവർ, പല ബുദ്ധിമുട്ടും പറയപ്പെട്ടവർ, പടച്ചവരെ നീ നീക്കി കൊടുക്കണം അല്ലാ.
പ്രസവം നീ എളുപ്പമാക്കി കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ ഗർഭികളാകെ പെണ്ണുങ്ങളെ വയറ്റിനകത്ത് ജീവിക്കുന്ന മക്കളെ അല്ലാഹുവേ അംഗവൈകല്യമുള്ള മക്കളാക്കല്ല അല്ലാ. പരിപൂർണ വളർച്ചയെത്തിയ സ്വാലിഹാക സന്താനങ്ങളെ കൊടുക്ക അല്ലാ. പ്രസവം നീ എളുപ്പമാക്കി കൊടുക്കണമല്ലാ. പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, നീ റാഹത്തുള്ള വീട് കൊടുക്കണമല്ലാ. സ്വന്തമായൊരു വീട്ടിനകത്ത് അന്തി ഉറങ്ങാ പൂതി വെച്ച് കഴിയുന്ന ഒരുപാട് ആളുകൾ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ്. സ്വന്തമായൊരു വീട്ടിൽ അന്തി ഉറങ്ങാൻ താല്പര്യത്തോടെ കഴിയുന്നവർ പടച്ചവനെ നീ പെട്ടെന്ന് വീട് കൊടുക്കണമല്ലാ. വീടിൻ്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള സമ്പത്ത് കൊടുക്കണമല്ല. എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ നീക്കി കൊടുക്കണം റബ്ബേ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റബ്ബേ. പെട്ടെന്ന് വീട് കൊടുക്കണം റബ്ബേ. അല്ലാഹുവേ കുടുംബത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണമല്ല. കടക്കാരുണ്ട് അല്ലാ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. റബ്ബേ കടം വിട്ടാലൊരു മാർഗത്തിന് വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞിയ കണ്ണുമാകിട്ട് ദുആർക്കണമെന്ന് ഏൽപ്പിച്ചവരുണ്ട് അല്ലാ. എത്രയോ കടങ്ങളുണ്ട്, അതേ കടം വിട്ടാൻ മാർഗമില്ല. പഠിച്ചവനെ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ, നീ എത്രയും പെട്ടെന്നവരെ കടം വീട്ടി കൊടുക്കണമല്ല. കടം വീട്ടാനുള്ള സമ്പത്ത് അവർക്ക് നൽകണമല്ല. ഞങ്ങൾ ചൊല്ലിയിരിക്കുന്ന മജ്ലിസുന്നൂറിൻ്റെ ബർക്കത്ത് കൊണ്ടവരെ കടം വീട്ടി കൊടുക്കണം റബ്ബേ. കടം വീട്ടാൻ മാർഗം നീ എളുപ്പമാക്കി കൊടുക്ക അല്ലാ. സർവ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമല്ല റബ്ബേ. കടക്കാരനാകി ഞങ്ങളാരെയും മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണമല്ല. ഞങ്ങളെ ആയുസ്സിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ വീട്ടിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ വാഹനത്തിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളുടെ നാട്ടിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ ബർക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങളെ ഓരോ പ്രവർത്തനത്തിലും നീ ബർക്കത്ത് കൊണ്ട് അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന ആയുസ്സിൽ നീ ബർക്കത്ത് കൊണ്ട് അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ സമാധാനം സന്തോഷം റാഹത്തും നൽകണമല്ലാ. അല്ലാഹുവേ ഗൾഫുകാരാകുന്ന ഒരുപാട് പ്രവാസികൾ ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട്. ഈ പരിപാടി ലൈവായി കേൾക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. പടച്ചവനെ പ്രവാസികളെ ബുദ്ധിമുട്ടുകൾ നീ നീക്കി കൊടുക്കണം അല്ലാ. അവരെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും അധികരിപ്പിക്കുക അല്ലാ. പഠിച്ചവരെ വിഷമിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. നാട്ടിൽ വന്നവർ, നാട്ടിൽ വരാൻ പറ്റാത്തവർ, നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്തവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുന്ന പ്രവാസികൾ, അവരെല്ലാവരുടെ ബുദ്ധിമുട്ടും നീ നീക്കി കൊടുക്കണമല്ല. സങ്കടങ്ങൾ നീക്കി കൊടുക്കണമല്ല. ഞങ്ങൾ ചൊല്ലിയ മജ്ലിസുന്നൂറിൻ്റെ ബർക്കത്ത് കൊണ്ടവർക്ക് റാഹത്തുള്ള ബിസിനസ്സും ജോലിയും കൊടുക്കണമല്ല. ജയിലിൽ കുടുങ്ങിയിരിക്കുന്നൊരു സഹോദരൻ ദുആർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, നീ റാഹത്താക്കി കൊടുക്കണമല്ല, നീ മോചനം നൽകണമല്ല. അല്ലാഹുവേ ആൺമക്കളില്ലാത്തവരുണ്ട് റബ്ബേ, നീ റാഹത്തുള്ള ആൺമക്കളെ കൊടുക്കണമല്ല. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണമല്ല. അല്ലാഹുവേ വീടിൻ്റെ പണി തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സമ്പത്ത് കൊടുക്കണമല്ല. അല്ലാഹുവേ സിഹറന്മാരെ സിഹറിന്ന് കാക്കണമല്ല, കണ്ണന്മാരെ കണ്ണെന്ന് കാക്കണമല്ല. യാ അല്ലാ യാ വഹാബ് യാ വഹാബ് യാ ഖഹാർ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് സിഹറുണ്ടെങ്കിൽ ബാത്തുനാക്കണമല്ല, കണ്ണേറുണ്ടെങ്കിൽ ബാത്തുനാക്കണമല്ല, ഹസദിൻ്റെ ബുദ്ധിമുട്ട് ബാത്തുനാക്കണമല്ല, പൈശാചിക ഉപദ്രവത്ത് ഞങ്ങളെ നീ കാക്കണമല്ല. പടച്ച റബ്ബേ ഞങ്ങളെ ഈമാനി സലാമത്താക്കണമല്ല. ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണമല്ല. ഞങ്ങളെ കൽബിൻ്റെ അകത്ത് കിബർ നൽകല്ല അല്ലാ, അസൂയ നൽകല്ല അല്ലാ, വെറുപ്പ് നൽകല്ല അല്ലാ, ദേഷ്യം നൽകല്ല അല്ലാ, ആരോട് കോപം നൽകല്ല റബ്ബേ. മുത്തഖീങ്ങളെ മനസ്സിനുടമകളാക്കണമല്ല. ഞങ്ങൾ നീ ഇഷ്ടപ്പെട്ട അടിമകളാക്കണമല്ല. നീ ഇഷ്ടപ്പെടുന്ന ദാസന്മാരെ കൂട്ടത്തിൽ ഈ സാധുക്കളാകെ ഞങ്ങളെ നീ ചേർക്കണമല്ല. പടച്ച റബ്ബേ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകന്മാർ, മദ്രസയുടെ കമ്മിറ്റിക്കാർക്ക് ദീർഘായുസ്സ് കൊടുക്കണമല്ല, ആഫിയത്ത് നൽകുക അല്ലാ.
പടച്ച റബ്ബേ കൊറോണ കാലമാകട്ടും ഈ പരിപാടി കൃത്യമാകിട്ട് നടക്കണമെന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ സംഘാടകർക്ക് നീ അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകണമല്ല. ഇരു വീട്ടിലും അവർക്ക് നീ വിജയം നൽകണമല്ല. പടച്ച റബ്ബേ ഈ പരിപാടിയിലേക്ക് സംഭാവന ഒരുപാട് കൊടുക്കുന്നവരുണ്ട്. സ്വതക്ക നീ സ്വീകരിക്കുക അല്ലാ. സംഭാവന ചെയ്യുന്നവരെ മുറാദ് നീ ഹസനാക്കി കൊടുക്കണമല്ല. അവരെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണമല്ല. അവരെ ബുദ്ധിമുട്ട് നീ തീർക്കണമല്ല. എന്തൊക്കെ മുറാദ് വെച്ചുകൊണ്ട് സംഭാവന കൊടുക്കുന്നോ ആ മുറാദ് നീ ഹാസിരാക്കി കൊടുക്കുക അല്ലാ. നീ റാഹത്താക്കി കൊടുക്കണമല്ല. പടച്ചവനെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം നൽകുക അല്ലാ. ഉംറക്ക് പോകാൻ തൗഫീഖ് നൽകുക അല്ലാ. മക്ക മദീന കാണാൻ പൂതി വെച്ച് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാ. പടച്ചവരെ എല്ലാവർക്കും ഒരുമിച്ച് മക്കയിൽ പോയി കൃത്യമായിട്ട് പഴയ രൂപത്തിൽ ഉംറ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാ. ഈ മാരകമായിരിക്കുന്ന കൊറോണ എന്ന വൈറസിനെ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കണമല്ല. അതിൻ്റെ ഷർറിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമല്ല. ഞങ്ങളെ നാടിനെ കാക്കണമല്ല. ഞങ്ങളെ രാജ്യത്തെ കാക്കണമല്ല. ഞങ്ങളെ ഓരോ കുടുംബത്തെയും നീ കാക്കണമല്ല. പടച്ച റബ്ബേ ഞങ്ങളെല്ലാവരും മനസ്സിൻ്റെ അകത്തുള്ള സകല വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊണ്ട് അല്ലാ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിൽ 100 കണക്കിന് മുറാദുകളുണ്ട് അല്ലാ. അല്ലാ നിന്നോട് പറയാതെ കാണുന്നവനാണ് നീ കേൾക്കുന്നവനാണ് അറിയുന്നവനാണല്ലേ റബ്ബേ. നീ കാണുന്നുണ്ട് ഓരോരുത്തരും മനസ്സിൻ്റെ അകത്തുള്ള പ്രയാസങ്ങൾ. അല്ലാഹുവേ ആ പ്രയാസം ഈ സമയം തന്നെ നീ നീക്കിക്കൊടുക്കുക അല്ലാ. അവരെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കണമല്ല. മനസ്സിൽ മുറാദ് വെച്ചുകൊണ്ട് ആമീ പറയുന്നവരുണ്ട് റബ്ബേ. മുറാദ് ഹാസിരാക്കി കൊടുക്കണമല്ല. അവർ ഓരോരുത്തരാവശ്യം നിന്നോട് പറയാതെ നീ കാണുന്നവൻ നീ അറിയുന്നവനാണ് റബ്ബേ. നീ ഹാസിരാക്കി കൊടുക്കുക അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ ക്ലാസ്സിൽ പങ്കെടുത്തവർ ഈ പരീക്ഷയിൽ പങ്കെടുത്തവർ ഖുർആൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സംഘാടകർ പ്രവർത്തകന്മാർ ഖുർആൻ പരീക്ഷ എഴുതിയിരിക്കുന്ന ഓരോരുത്തർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകുക അല്ലാ. സന്തോഷം നൽകുക അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ മക്കളൊക്കെ പലരും പഠിക്കുന്നവരാണ്. ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുടെ പരിപൂർണ്ണ ഹാഫിദീങ്ങളാക്കണമല്ല. ഉഖർവിയായ ആലിമീങ്ങളാക്കണമല്ല. ദറസിൽ പഠിക്കുന്ന മക്കളെ പണ്ഡിതന്മാരാക്കണമല്ല. മറ്റുള്ള ഓരോ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാഫിയായിരിക്കുന്ന ഇൽമ നൽകണമല്ല. അവരെഴുതുന്ന പരീക്ഷയിലൊക്കെ നല്ല മാർക്കോടെ നീ വിജയം നൽകണമല്ല. അവസാനം ചോദിക്കുന്ന റബ്ബേ ഞങ്ങളെല്ലാവരുടെ കുടുംബത്തിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു ഖബറിൽ താമസിക്കുന്നുണ്ട് അല്ലാ. പടച്ചവരെ നീ കാണുന്നവനാണ് കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് അല്ലാ. ഞങ്ങളെല്ലാവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട വല്യമ്മയുണ്ട് വല്യപ്പയുണ്ട്. പടച്ച റബ്ബേ ഉമ്മമാരുണ്ട് ബാപ്പമാരുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണല്ലോ അവരല്ല. ഇന്ന് ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഭക്ഷണമുണ്ട്. അവരെ കാലഘട്ടത്തിൽ വീട്ടിൽ പട്ടിണിയായിരുന്നില്ല അല്ലാ. അവരിന്ന് കിടക്കുന്ന ഖബറിലേക്ക് ഞങ്ങളെ ക്ലാസ്സിൻ്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണമല്ലാ. ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ലാ. സ്വർഗമാക്കി കൊടുക്കണമല്ലാ. സ്വർഗത്തിൻ്റെ പൂങ്കാവനം ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണമല്ലാ. പടച്ച റബ്ബേ മരണപ്പെട്ട ഏട്ടന്മാർ അഞ്ചന്മാർ പെങ്ങന്മാർ ഭാര്യമാർ കുടുംബക്കാർ കൂട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സ്നേഹിതന്മാർ എല്ലാവരുടെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണമല്ലാ. സ്വർഗമാക്കി കൊടുക്കണം റബ്ബേ. സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണമല്ലാ. ഖബറിൻ്റെ അദാബെന്നവർക്ക് നീ രക്ഷ നൽകണം അല്ലാ. യ അല്ലാ യ അല്ലാ. എൻ്റെ ക്ലാസ്സിൽ സ്ഥിരം പങ്കെടുത്തിരുന്ന പല ആളുകളും ഇന്ന് മരണപ്പെട്ടു റബ്ബേ ഖബറിലാണ്. കഴിഞ്ഞ ക്ലാസ് വരെ കേട്ടവർ അല്ലാ ഇന്നത്തെ ക്ലാസ് കേൾക്കാനില്ല. കഴിഞ്ഞ ക്ലാസ് വരെ സജീവമായി കേട്ട പല വ്യക്തികളും ഇന്ന് ക്ലാസ് കേൾക്കാനില്ല. ആരടി മണ്ണറിയിലാണ് റബ്ബേ. സ്ഥിരം ക്ലാസ്സിന് പങ്കെടുത്തിരുന്ന പല ഉമ്മമാർ സഹോദരന്മാർ ഖബറിലാണ്. അവരെ കുടുംബം കണ്ണുനീരോടെ ദുആർക്കണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. നീ അവർക്ക് ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണമല്ലാ. ഖബർ വിശാലമാക്കി കൊടുക്കണമല്ലാ. സ്വർഗത്തിൻ്റെ പൂങ്കാവനം ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണം റബ്ബേ. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമല്ലാ. പടച്ച റബ്ബേ ഞങ്ങൾ അവസാനം ചോദിക്കുന്നു. ഞങ്ങളെല്ലാവർക്കും മരണമുണ്ടല്ല അല്ലാ. എവിടെ വെച്ചാണ് എങ്ങനെയാണ് എപ്പോഴാണ് മരിക്കുന്നറിയില്ല
റബ്ബേ മരിക്കുന്ന അവസാന നിമിഷം വരെ ഇസ്സത്തോടെ അഭിമാനത്തോടെ ഒരാളെ മുമ്പിൽ പോലും മാനം കെടാതെ ഞങ്ങളെ നീ ജീവിപ്പിക്കണമല്ല, നീ റാഹത്തോടെ ജീവിപ്പിക്കണമല്ല. റബ്ബേ മരിക്കുന്ന അവസാന നിമിഷം വരെ ഈമാൻ സലാമത്താക്കണമല്ല. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. മരണത്തിൻ്റെ സമയം ബഹുമാനപ്പെട്ട അസ്റായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി ഞങ്ങളെ മുമ്പിലേക്ക് വരുമ്പോൾ പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ തന്ന നാവുകളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചൊല്ലി മരിക്കാൻ ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റബ്ബേ, തൗഫീക്ക് നൽകണം റബ്ബേ, തൗഫീക്ക് നൽകണം റബ്ബേ. ഈമാൻ കിട്ടാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ, ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണമല്ല. മരണപ്പെട്ട് ഞങ്ങളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മൂക്കിലും കണ്ണിലൊക്കെ പഞ്ഞി വെച്ച് മയ്യത്ത് വീട്ടിൽ നിറക്കി അള്ളാഹുവേ 6 അടി മണ്ണറിയിലേക്ക് ഞങ്ങളെ മയ്യത്തങ്ങ് ഇറക്കി വെക്കുന്ന ഖബറിൽ ഞങ്ങൾ ആരെയും നീ എടുക്കല്ല അല്ലാ, ശിക്ഷിക്കല്ല അല്ലാ, പേടിപ്പിക്കല്ല അല്ലാ, സങ്കടപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ ഖബർ ഞങ്ങൾക്ക് നീ സ്വർഗമാക്കിക്കൊണ്ട് അല്ലാ, ഖബർ ഞങ്ങൾക്ക് വിശാലമാക്കിക്കൊണ്ട് അല്ലാ, ഖബർ ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കിക്കൊണ്ട് അല്ലാ. റബ്ബേ ദുആ ചെയ്യാൻ ആരൊക്കെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, ഏൽപ്പിച്ചിട്ടുള്ളത്, അവരൊരാളെ മുറാദും നിന്നോട് പറയേണ്ട റബ്ബേ, നിനക്കറിയാം, നീ ഹാസിലാക്കി കൊടുക്കണമല്ല. പണം കിട്ടാനുള്ളവരുണ്ട്, സ്ഥലം കച്ചവടമാകാനുള്ളവരുണ്ട്, വീടാകാൻ പറഞ്ഞവരുണ്ട്, എല്ലാവരും നീ നിറവേറ്റി കൊടുക്കണമല്ല. റബ്ബേ ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഒരാളെപ്പോലും നീ നരകത്തിനാക്കല്ല അല്ലാ. ഈ കൂട്ടം നിന്റെ സുവലോക സ്വർഗത്തിൻ്റെ കൂട്ടമാക്കണം റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് 9-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് നടക്കും. എല്ലാവരും പങ്കെടുക്കുക. ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് എല്ലാവരിലേക്കും ഈ പരിപാടി എത്തിക്കുക. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്രയും ആളുകളിലേക്ക് ഈ പരിപാടി എത്തിക്കാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.